അങ്ങനെ നമ്മുടെ കാർത്തിക തിരിഞ്ഞു കൊത്തുകയാണോ നമ്മുടെ കിരണിനെയും കല്യാണിയെയും? കിരണിനോട് നമ്മുടെ കാർത്തിക എന്തിനായിരിക്കും കൺസ്ട്രക്ഷൻ വർക്ക് ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതിന് കാരണം എന്തായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും താല്പര്യം ഉണ്ടാവും. അതേക്കുറിച്ച് പറയാനായിട്ട് റെഡിയായിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. മുറ്റത്ത് നല്ല മഴയുണ്ട്, ഇടിയും മിന്നലും ഉണ്ട്. എൻ്റെ ഫോൺ അടിച്ച് പോകുമെന്നൊക്കെ പിന്നീട് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലേക്ക് പോകാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സരയു ഒരുങ്ങുകയാണ്, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരുങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനോഹർ വരികയാണ്, പിന്നാലെ വന്ന് ഹഗ് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സരയു പറയുകയാണ്, മനുവേട്ടനെ ഇപ്പോൾ കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായി, മനുവേട്ടനെ ഇപ്പോൾ പണ്ടത്തെ കണക്ക് അടുത്ത് കാണാനേ കിട്ടുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ സരയുവിനെ ഒരു സ്നേഹമൊക്കെ നടിച്ചൊരിടത്ത് പിടിച്ചിരുത്തുകയാണ്. എന്നിട്ട് കുഞ്ഞിൻ്റെ അനക്കമൊക്കെ നോക്കുകയാണ് വയറ്റിൽ തല വെച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനോഹർ പറയാണ്, മോളു സത്യം പറഞ്ഞാലുണ്ടല്ലോ മോളു, പ്രസവമൊക്കെ അടുക്കാറായി നിൽക്കുന്ന സമയത്ത് എപ്പോഴും മോളുവിൻ്റെ അടുത്ത് തന്നെ നിൽക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ മോളു, പറ്റുന്നില്ലല്ലോ. ഞാൻ ബിസിനസ് ആവശ്യത്തിൻ്റെ തിരക്കല്ലേ. ഒരുപാട് രാജ്യത്ത് നിന്ന് ആളുകൾ ഇതേ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഒരു ഹോട്ടലിൽ നമ്മൾ എല്ലാവരും ഒത്തുകൂടാറുണ്ട്, ഒരുപാട് ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നും. പക്ഷേ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യാം മോളു, എനിക്ക് എപ്പോഴും മോളുവിൻ്റെ അടുത്തിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ തന്നെ നോക്കുമോളൂ, ഇപ്പോൾ തന്നെ ഞാനൊരു വലിയൊരു പ്രതിസന്ധിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ സരി ചോദിക്കണേ, എന്താ മനുവേട്ടൻ ഇത്ര വലിയ പ്രതിസന്ധി എന്നിങ്ങനെ ചോദിക്കണം. എൻ്റെ മോളു ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഒന്ന് ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് അതിലേക്കൊന്നും ഇങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഒരു 2 ആഴ്ചത്തേക്ക് എനിക്കിവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സരയി ചോദിക്കണം, അതെന്താ മനുവേട്ടാ അങ്ങനെ? എൻ്റെ മോളു പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ പരാതി പറയുകയാണ്, ഞാൻ മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ലെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഇത്തിരി ഇറങ്ങി ചെല്ലണം. അതുകൊണ്ട് എനിക്ക് 2 ആഴ്ചത്തേക്ക് കുറച്ച് മാറി നിൽക്കേണ്ടി വരും. എന്നാൽ നമ്മുടെ നിഷയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മണ്ടിയായ നമ്മുടെ സരയു അറിയുന്നില്ല. അങ്ങനെ നമ്മുടെ മനോഹർ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സരയു പറയുകയാണ്, അത് എനിക്കിത്തിരി വിഷമമുള്ള കാര്യമാണ് മനുവേട്ട. എന്നാലും മനുവേട്ടന് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ മനുവേട്ടൻ വീഡിയോ കോളിൽ വരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനോഹർ പറയാണ്, അത് പിന്നെ വരാം മോളു വരാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്തെന്നോ, അങ്ങനെ ഒരു പരുവത്തിന് നമ്മുടെ മനോഹർ നമ്മുടെ സരയുവിനെ പറ്റിച്ച് വെച്ചിരിക്കുകയാണ്. അതേ സമയത്ത് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കാണിക്കുന്നത്. നമ്മുടെ കിരണും കല്യാണിയും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ കിരൺ ചോദിക്കുകയാണ്, അവിടെ ജോലിയൊക്കെ നടത്തുന്ന അതിൻ്റെ മെയിൻ സൂപ്പർവൈസർ ഹരിയും ഉണ്ട്, അവിടെ സൂപ്പർവൈസർ ഹരിയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നമ്മുടെ കിരണായിട്ട് അവിടെ ജോലി ചെയ്യുന്ന സോമൻ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരു പുള്ളിക്കാരൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് കിരൺ പറയുകയാണ്, അണ്ണാ പണികളൊക്കെ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് നടക്കണം കേട്ടോ. ഞാൻ എന്തിനാണ് ഇത്രയും വെപ്രാളം കൂട്ടുന്നതെന്ന് അറിയാമോ? എത്രയും പെട്ടെന്ന് ഈ വർക്ക് പൂർത്തിയാക്കണമെന്ന് ഈ വർക്ക് തന്ന ആളിന്, കാർത്തിക മാഡത്തിന് ഒരേ നിർബന്ധം, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം. മറ്റൊന്നും വിചാരിക്കല്ലേ. അപ്പോൾ പറയണേ, അയ്യോ ഇല്ല സാറേ, എന്നെ ഈ പണി ഇതിനേക്കാളും പെട്ടെന്ന് തീർന്നേനെ. പക്ഷെ എന്ത് ചെയ്യാം, മഴ ചതിച്ചു. മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ സാറേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കിരൺ പറയണ, അത് ശരിയാ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളാരും പണിയിൽ ഉഴപ്പുന്ന ആളുകളല്ലെന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടെ എന്നിങ്ങനെ നമ്മുടെ കിരൺ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സോമേണ്ണൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സോമേണ്ണൻ ആ സമയത്ത് പറയുകയാണ്, അത് ഒരു കണക്കിന് സാറിനൊക്കെ അതൊരു അനുഗ്രഹവും കൂടിയാണ്. മഴവെള്ളം എത്രത്തോളം നന്നായിട്ട് വീഴോ അത്രത്തോളം സിമെൻറ്റ് കെട്ടിടത്തിന് നല്ലതല്ലേ, നല്ല ഉറപ്പ് കിട്ടും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കിരൺ പറയാണ്, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ ഞാനും കല്യാണിയും ഇതൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരണും കല്യാണിയും കൂടി ആ ബിൽഡിങ്ങിൻ്റെ ഓരോ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ പോവുകയാണ്, കാണാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ കിരണിനോട് നമ്മുടെ കല്യാണി പറയാണ്, ഇൻറ്റീരിയൽ വർക്കൊക്കെ എന്നോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻറ്റീരിയർ വർക്കിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് കളറും ഡിസൈനും എല്ലാം എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല അവിടെ ഇടേണ്ട ഫർണിച്ചറിനെ പറ്റി പോലും കാർത്തിക ചേച്ചി എന്നോട് എല്ലാം
ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഇഷ്ടത്തിനാണ് വിട്ട് തന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കല്യാണി. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കിരൺ പറയുകയാണ്, എൻ്റെ കല്യാണി, പൈസ എത്രത്തോളം കുറച്ച് ചിലവാക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് പൈസ ചിലവാക്കിയിട്ട് കൊട്ടാരം പോലത്തെ ഒരു വീട് അതായിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ വീടിൻ്റെ വലിപ്പവും അതിൻ്റേതായിട്ടുള്ള ആഡംബരവും കൂടുന്നതനുസരിച്ച് നമുക്ക് പൈസ മേടിക്കണ്ട. എന്ന് വെച്ചാൽ ഇവരുടെ ഈ വർക്കിൽ നമുക്ക് എത്രത്തോളം നമുക്ക് ഈ വർക്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും, പൈസ കുറച്ച് ചെയ്യാൻ പറ്റും, അത്രത്തോളം ചെയ്തു കൊടുക്കാം എന്നാണ് നമ്മുടെ കിരൺ പറയുന്നത്. മഴ പെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് അലറുന്നത്. അങ്ങനെയാണ് നമ്മുടെ കിരൺ പറയുന്നത്. അതേസമയം അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും ഒക്കെ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ വരികയാണ്, നടന്ന് ചുറ്റിക്കാണാണ്, താഴെ ഭാഗത്തോട്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ കാർത്തികയുടെ വണ്ടി അങ്ങോട്ടേക്ക് വരുന്നത്. കാർത്തികയുടെ വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് നമ്മുടെ പ്രകാശൻ എൻ്റെ പൊന്നോ, പ്രകാശന് എല്ലാ ചുമതലകളും വിട്ടുകൊടുത്തിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മുടെ പ്രകാശൻ അങ്ങോട്ടേക്ക് വരികയാണ്. നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോമണ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, എടോ എന്താണോ ഈ കാണിക്കുന്നത്, എന്താ ഇങ്ങനെ കൈയും കെട്ടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ, മര്യാദയ്ക്ക് പണി ചെയ്യണോ നേരെ വെച്ചോവേ എന്നിങ്ങനെ പറയണം. അപ്പോൾ സോമണ്ണൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അത് ഞങ്ങളിവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ, മര്യാദയ്ക്ക് വേണമെന്ന് പറഞ്ഞ് ജോലി ചെയ്യണോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ സോമണ്ണൻ ചോദിക്കണം, അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരാ എന്നിങ്ങനെ ചോദിക്കണം. ഞാൻ ആരാണെന്നോ, എടോ ഈ പണി മുഴുവനും ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ സോമണ്ണൻ പറയാണ്, എന്ന് നമ്മളോടാരും പറഞ്ഞിട്ടില്ലല്ലോ, ഈ പണി നമുക്ക് തന്നവർ തൊട്ട് താഴെയുണ്ട്, നിങ്ങൾ അവരെ കണ്ട് സംസാരിക്കുക, അല്ലാതെ ഞങ്ങളോട് സംസാരിക്കാൻ വരണ്ട എന്നിങ്ങനെ പറയാണ്. അപ്പം നമ്മുടെ പ്രകാശൻ പറയണ്, എടോ നീയൊക്കെ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടല്ലോ, നീയൊന്നും നാളെ ഇവിടെ പണിക്ക് ഇവിടെ ഉണ്ടാവരുത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ജോലി ചെയ്യുന്ന വേറെ 2 ചേച്ചിമാരുണ്ട്, അവരുടെ നേർക്ക് തിരിയാണ് നമ്മുടെ പ്രകാശൻ. അവരോട് പറയാണ്, നീയൊക്കെ കള്ളപ്പണിയാണ് ഇവിടെ ചെയ്യുന്നത്, ഇതൊന്നും പ്രകാശം കണ്ടുപിടിക്കില്ലെന്നൊന്നും വിചാരിക്കേണ്ട, അതുകൊണ്ട് നീയൊക്കെ രണ്ടെണ്ണം മാത്രമല്ല, ഈ കള്ളക്കൂട്ടങ്ങൾ ഒറ്റൊരെണ്ണം ഇവിടെ പണിക്ക് വേണ്ട എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അതിലൊരു ചേച്ചി പറയുകയാണ്, നമ്മുടെ സോമണ്ണൻ്റെ പറയാണ്, സോമണ്ണ ഇയാളല്ലല്ലോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്, നമ്മളെ ജോലി ഏൽപ്പിച്ച ആളുകളുണ്ടല്ലോ, അവർ പറയുന്നത് മാത്രം നമ്മൾ കേട്ടാൽ മതി എന്നിങ്ങനെ പറയണം. അപ്പോൾ പ്രകാശൻ പറയണേ, എടി നിർത്തടി, നീ നാളെ പണിക്ക് കാണില്ല, അല്ലെങ്കിലുണ്ടല്ലോ നീ ഈ പ്രകാശനെ ഇങ്ങനെ വിളിച്ചേരെ, പിന്നെ ഈ വീട് വെക്കുന്നതുണ്ടല്ലോ ആർക്കാണെന്നറിയാമോ, എൻ്റെ മോക്കാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ പറയണേ, എൻ്റെ മോക്കാണ്, എൻ്റെ കാർത്തിക മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് വെക്കുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ സോമൻ ചോദിക്കുകയാണ്, അതിന് നിങ്ങളുടെ മോളുടെ പേര് കാർത്തിക എന്നല്ലല്ലോ, കാദംബരിയും കല്യാണിയല്ലേ നിങ്ങളുടെ മോള്, പിന്നെ ഈ കാർത്തിക എങ്ങനെയാണ് നിങ്ങളുടെ മോളാവുന്നത്? ഉടനെ തന്നെ നമ്മുടെ പ്രകാശൻ അയാളുടെ നേർക്ക് തിരിയാണ്. പ്രകാശൻ ചോദിക്കുകയാണ്, എടോ എനിക്ക് ഏതൊക്കെ മക്കളുണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാടോ? എന്നാലേ എൻ്റെ ഭാര്യയെ ഉണ്ടല്ലോ, എൻ്റെ ഭാര്യയല്ല, ഈ കാദംബരിക്കും കല്യാണിക്കും മുമ്പേ ഞാൻ വേറൊരു ഭാര്യയിൽ എനിക്കൊരു മകളുണ്ടായിരുന്നു, അതാണ് ഈ പറയുന്ന കാർത്തിക, മനസ്സിലായോ എന്നിങ്ങനെ പറയണ്. എൻ്റെ ബയോഡേറ്റ മുഴുവനും പഠിച്ചിട്ട് വന്നിരിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ പ്രകാശൻ. അങ്ങനെ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സോമൻ പറയുകയാണ്, എന്തരാ ഇയാൾ പറഞ്ഞിട്ട് പോട്ടെ, എന്തായാലും നമ്മളെ ജോലി ഏൽപ്പിച്ചൊരു മാറി നിൽപ്പുണ്ടല്ലേ, നമുക്ക് അവർ പറയുന്നത് കേട്ടാൽ മതി എന്ന് ഇവർ 3 പേരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രകാശം ചോദിക്കണേ, എന്താടാ ഒരു കുശുകുശുപ്പ്? അപ്പോൾ തന്നെ നമ്മുടെ സോമണ്ണൻ പറയുകയാണ്, നമ്മളെ ജോലി ഏൽപ്പിച്ചൊരു അപ്പുറത്ത് നിൽപ്പുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചെന്ന് പറ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ പ്രകാശം പറയും, ഇനി എങ്ങനെയുള്ളവരായാലും ഞാൻ പറയുക തന്നെ ചെയ്യും, കാരണം ഉണ്ടല്ലോ ഇതെല്ലാം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ നീ കേട്ടിട്ടുണ്ടോ കാർത്തിക ഫുഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ കാർത്തിക ഫുഡ് എൻ്റെ മകളുടെ കമ്പനിയാണ്. അത് അവർക്കുണ്ടല്ലോ ചെന്നൈയിലൊക്കെ ഒത്തിരി കമ്പനി സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ മേൽനോട്ടം മുഴുവനും എൻ്റെ അമ്മയാണ് നടത്തുന്നത്, എൻ്റെ അമ്മ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഇവരൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശൻ, എന്തായാലും നിങ്ങളെ ഈ പണി ഏൽപ്പിച്ച ആളുകളുണ്ടല്ലോ അവരെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതേസമയം നമ്മുടെ കിരണും കല്യാണിയും അവരിങ്ങനെ വർക്കുകളൊക്കെ ഇങ്ങനെ നോക്കി വരികയാണ്. നോക്കുമ്പോഴത്തേക്ക് ഒരു കട്ട കാണുമ്പോഴത്തേക്ക് ഒരു പൊള്ളക്കട്ടയാണ്, അതെടുത്ത് കിരൺ ഇങ്ങനെ സിമൻറ്റ് കട്ട അങ്ങനെ എടുത്ത് ഇങ്ങനെ താബൂക്ക് ഇങ്ങനെ തറയിലോട്ട് എറിയാണ്. നോക്കുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ പിരിന്നങ്ങ് പോവുകയാണ്. അപ്പോൾ കിരണ്
അവിടെ നിന്ന് ജോലിക്കാരെ ഇങ്ങ് വിളിക്കുകയാണ്, പിന്നെ ചോദിക്കുകയാണ് ഈ കട്ട കൊണ്ടുവന്നത് ആരാണ്, ഈ കട്ട ഇറക്കിയത് ആരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ കട്ട ഇറക്കിയ ആ എഞ്ചിനീയറെ എനിക്കൊന്ന് കാണണം എന്ന് പറയുകയാണ് കിരൺ. അപ്പോൾ ചോദിച്ചു, എന്താ സാറേ ഇത്രയും ബലമില്ലാത്ത കട്ടയിലാണോ നിങ്ങൾ ഇതൊക്കെ കെട്ടിപ്പൊക്കുന്നത്? അതുകൊണ്ട് ഈ കട്ട മാറ്റിയിട്ട് മര്യാദയ്ക്ക് നല്ല കട്ട കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കണം. നമ്മളുണ്ടാക്കുന്ന ബിൽഡിങ്ങിനൊന്നും യാതൊരുവിധ തകരാറും വരാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും ബലം കുറഞ്ഞ കട്ടയിലൊന്നും കെട്ടാൻ പാടില്ല എന്നിങ്ങനെ കിരൺ പറയുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ കിരണും കല്യാണി ഇങ്ങോട്ട് നടന്നിട്ട് നോക്കുമ്പോൾ അതേ മുന്നിൽ വന്ന് നിൽക്കുന്നു നമ്മുടെ പ്രകാശൻ സത്യത്തിൽ ഇവരെ കാണുമ്പോഴത്തേക്ക് അങ്ങ് അന്തം വിട്ടു പോവുകയാണ്. അപ്പം തന്നെ പ്രകാശൻ ചോദിക്കണേ, നിങ്ങളാ, നീയൊക്കെ എന്താ ഇവിടെ, നിനക്കൊക്കെ എന്താ ഇവിടെ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ കിരൺ ചോദിക്കണം, അല്ല തനിക്കിവിടെ എന്താണോ കാര്യം എന്നിങ്ങനെ കിരൺ ചോദിക്കുകയാണ്. ഇവിടെ എനിക്കെന്താ കാര്യമെന്നോ? എടാ ഇതൊക്കെ ഉണ്ടല്ലോ ഞാനാണ് നോക്കി നടത്തുന്നത്, ഇതൊക്കെ എൻ്റേതാണ് എന്നിങ്ങനെ പറയണേ. തൻ്റേതോ? എടോ ഇത് ഞങ്ങളുടെ വർക്കാണ്, ഇത് ഞങ്ങളെടുത്ത വർക്കാണ്, സരയു കൺസ്ട്രക്ഷൻ്റെ വർക്കാണിത്, ഇതെങ്ങനെയാണോ തൻ്റേതാവുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ കിരൺ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ കല്യാണി പറയണത്, കിരണേട്ടാ ഇങ്ങേരക്ക് തലയ്ക്ക് വട്ടാണ് കിരണേട്ടാ. ആർക്കാടി വട്ട്? ആർക്കാണെന്ന്? എടി നിൻ്റെ തള്ളയില്ലേ അവക്കാണ് വട്ട്. ഓ എൻ്റെ പൊന്നെ ഒടുക്കത്ത മഴ, എന്ത് ചെയ്യാനാണ്? അങ്ങനെ പറയുകയാണ്, നിൻ്റെ തള്ളയില്ലേ അവക്കാണ് വട്ട് എന്നിങ്ങനെ പറയുകയാണ്. ഇതിപ്പോൾ എനിക്കാണ് വട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മഴയും പിടിച്ച്. അങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ അവിടെ സംസാരിച്ച് തർക്കമാവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രകാശം പറയുകയാണ്, ഈ വർക്ക് നിങ്ങൾ രണ്ടുപേരും ചെയ്യില്ല, അല്ലെങ്കിൽ കണ്ടോ നിങ്ങൾക്ക് കാണണോ, ഈ വർക്ക് നിങ്ങൾ രണ്ടുപേരും ചെയ്യില്ല, ഇത് തരാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് താനാണോ ഈ പണി ഞങ്ങളെ ഏൽപ്പിച്ചത് എന്നിങ്ങനെ നമ്മുടെ കല്യാണി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രകാശം ചോദിക്കുകയാണ്, എടി ഈ കാർത്തിക ആരാണെന്ന് നിനക്കറിയാമോടി, അവൾ എൻ്റെ മകളാടി എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കല്യാണി അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ പ്രകാശം പറയണേ, എടി ഈ വർക്ക് മാത്രമല്ല കാർത്തികയുടെ പേരിലുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഞാനാണിപ്പോൾ നോക്കി നടത്തുന്നത്. മാത്രമല്ല കാർത്തിക ഫുഡിലെ എല്ലാ പ്രോഡക്റ്റുകളുടെ മേൽനോട്ടം എൻ്റെ അമ്മയ്ക്കാണടി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അന്തം വിട്ടിരിക്കുകയാണ്. അതിനുശേഷം കിരൺ പറയണേ, എന്നാലേ തൻ്റെ മോലാളിച്ചയെ താൻ പോയെന്ന് കാണ് എന്നിങ്ങനെ പറയണേ. കിരൺ പറയണേ, താൻ പോയെന്ന് കാണ്, ഞങ്ങൾക്ക് പണി ഏൽപ്പിച്ചത് കാർത്തികയാണ്, അവരോട് സംസാരിക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങളേറ്റ പണിക്ക് താൻ ഇടപെടാൻ വരണ്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പ്രകാശൻ എന്ത് ചെയ്തെന്നോ അവിടെ ഇരുന്ന ഒരു ഇഷ്ടിക എടുത്ത് നിലത്തേക്ക് ഇടുമ്പോൾ ചന്ന പിന്നെ പൊട്ടിപ്പോവുകയാണ്. അപ്പോൾ പ്രകാശം പറയണു, കള്ളക്കൂട്ടങ്ങൾ പണി മേടിച്ചിട്ട് വില കുറഞ്ഞ കട്ട കൊണ്ടുവന്ന് പണി ചെയ്യുന്നു അല്ലേ, ഇത് ഞാൻ പൂട്ടിച്ച് തന്നേക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശം പോവുകയാണ്. എന്നിട്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ഫോൺ വിളിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാർത്തിക ഇങ്ങനെ നല്ല ഗൗരവത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിരണും കല്യാണിയും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് കിരണവും കല്യാണിയും ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ കാർത്തിക ഇരിക്കാനൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇരിക്കുകയാണ്. പക്ഷെ പണ്ടത്തതുപോലുള്ള ആ ഒരു അടുപ്പം നമ്മുടെ കാർത്തിക കാണിക്കുന്നില്ല. അങ്ങനെ കിരൺ പറയുകയാണ്, ഇന്ന് ഞങ്ങളുടെ വർക്ക് സൈറ്റിൽ ഈ പ്രകാശൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, അയാൾ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഞങ്ങളുടെ പണികളിലൊക്കെ കൈ കടത്തുന്നുണ്ട്, അയാളെന്ന് പറയുന്ന ആളിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ കാർത്തിക പറയണ, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കല്യാണി പറയാണ്, അയാൾ മഹാവൃത്തികെട്ടവനാണ്, അയാൾക്ക് 2 പെൺകുട്ടികളുണ്ടായിരുന്നു, അയാൾക്ക് അവരെ കണ്ടുപോലും കൂടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കാർത്തിക പറയാണ്, അങ്ങേരെക്കുറിച്ച് നിങ്ങൾ ആരും അനാവശ്യം പറയണ്ട, എനിക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ അതേ രൂപസാദൃശ്യമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ അതുകൊണ്ട് എൻ്റെ സ്വന്തം അച്ഛനായിട്ട് തന്നെയാണ് കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിങ്ങൾ ആരും കുറ്റം പറയാനും വിമർശിക്കാനും ഒന്നും നിൽക്കേണ്ട എന്നിങ്ങനെ കല്യാണിയുടെ കൂടെ പറയാണ്. കല്യാണിയും കിരണും അന്തം വിട്ടിരിക്കുക കേട്ടോ നമ്മുടെ ഈ കാർത്തികയുടെ ഈ മാറ്റം കണ്ടിട്ട്. ശരിക്കും കാർത്തിക മനസ്സിൽ മറ്റൊന്ന് വെച്ചിട്ടാണ് പെരുമാറുന്നതെന്നുള്ള കാര്യം ഇവർക്കറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ കാർത്തിക പറയുകയാണ്, നിങ്ങൾ എന്തായാലും അദ്ദേഹത്തെ വിമർശിക്കാനൊന്നും നിങ്ങളാരും നിൽക്കേണ്ട എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കല്യാണി പറയുകയാണ്, അപ്പോൾ കല്യാണിയുടെ കൂടെ നമ്മുടെ കാർത്തിക പറയാണ്, അദ്ദേഹത്തിന് 2 പെൺകുട്ടികളായിരുന്നു, ആ പെൺകുട്ടികൾ അന്തസ്സായിട്ട് തന്നെ അദ്ദേഹം നോക്കിയത്. വളർന്നു വലുതായപ്പോൾ പെൺകുട്ടികൾക്ക് അദ്ദേഹത്തെ വേണ്ടാതായി, അതിന് ആ പാവം എന്ത് പിഴച്ചു എന്നിങ്ങനെ പറയണം. അപ്പോൾ കിരൺ പറയാണ്, അയ്യോ അങ്ങനെയല്ല കാർത്തിക കേട്ടിരിക്കുന്നതൊക്കെ വെറുതെയാണ്, ഈ പറയുന്ന പ്രകാശൻ എന്ന് പറയുന്നത് വെറും ഫ്രോഡാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കാർത്തിക മനസ്സിൽ പറയാണ്, എൻ്റെ കിരണേ ഇത് നീ പറയാതെ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ആ ഫ്രോഡിന് നല്ലൊരു മുട്ടം പണി കൊടുക്കണം, അതിനു വേണ്ടി തന്നെ ആ ഫ്രോഡിനെ ഞാനിങ്ങനെ വരച്ച വരയിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ അയാൾ കളിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ ഞാൻ കളിക്കും എന്നിങ്ങനെ കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത്
അപ്പോൾ ആ സമയത്ത് നമ്മുടെ കല്യാണിയും കിരണും കൂടി എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാർത്തികയുടെ തലയിലോട്ട് കയറുന്നില്ല. എന്താ പറയുന്നത്, ചുരുക്കി അങ്ങ് പറയാം, ഭയങ്കര മഴ. അപ്പോഴത്തേക്ക് നമ്മുടെ കാർത്തിക പറയണേ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം പറയുന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. അദ്ദേഹത്തിനാണ് ഇവിടെ എൻ്റെ കാര്യത്തിന് എല്ലാത്തിനും, എന്നെക്കാളും എല്ലാ കാര്യവും ഞാൻ അദ്ദേഹത്തിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നോക്കി നടത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ അച്ഛനാണ്, എനിക്ക് അച്ഛന് തുല്യനാണ് അദ്ദേഹം. അതുകൊണ്ട് അച്ഛൻ പറയുന്ന കാര്യത്തിനായിരിക്കും ഇവിടെ മുൻഗണന. അദ്ദേഹം എന്താണോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അതങ്ങ് അനുസരിച്ചാൽ മാത്രം മതി, അല്ലാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട എന്നിങ്ങനെ കാർത്തിക ഇങ്ങനെ പറയുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കാർത്തികയുടെ ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരവസ്ഥയിലാവുകയാണ് നമ്മുടെ കിരണും കല്യാണിയും. അപ്പോൾ കിരണും കല്യാണിയും പറയുന്നത്, അയാൾ പറയുന്നത് കേട്ടിട്ട് നമുക്ക് എങ്ങനെ ജോലി ചെയ്യാനൊക്കും, നമ്മളെടുത്ത വർക്ക് നമ്മളല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ കാർത്തിക പറയുകയാണ്, നിങ്ങൾക്ക് അയ്യോ കറണ്ട് പോയി, അദ്ദേഹം പറയുന്നതനുസരിച്ച് ജോലി ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ജോലി ഇട്ടിട്ട് പോകാൻ പറയുകയാണ്. അതോടുകൂടി എപ്പിസോഡ് കഴിയുകയാണ്. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. മഴയും ഇടിയും കാരണം കറണ്ടൊക്കെ പോയി ഒന്നും കാണാൻ പറ്റുന്നില്ല. ബൈ ബൈ.